ഡൽഹി CPIM ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ സ്പീക്കർ തകരാർ. ദേശീയഗാനത്തിന്റെ ആദ്യ 2 വരി പുറത്തേക്ക് കേട്ടില്ല. വന്ദേമാതരം ഒഴിവാക്കിയ ചടങ്ങിൽ CPIM ജനറൽ സെക്രട്ടറി MA ബേബി പതാക ഉയർത്തി. വിശദാംശങ്ങളുമായി ശരത്ലാൽ ചേരുകയാണ്. ശരത്ത്, മറ്റിടത്ത് ഇത്തരത്തിൽ പാടിയതുകൊണ്ടുള്ള വിവാദമാണെങ്കിൽ CPIM ആസ്ഥാനത്ത് സ്പീക്കർ തകരാറാണ് പ്രശ്നം. അതെ രുചീഷ്, അതുതന്നെയാണ്. കാരണം മാധ്യമങ്ങൾ ഈ വാർത്ത ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് സ്പീക്കർ തകരാറ് എന്ന വിശദീകരണം CPM ജനറൽ സെക്രട്ടറി MA ബേബി നൽകിയത്. ഏതായാലും വന്ദേമാതരം ഒഴിവാക്കുകയും ദേശീയഗാനം പാടുകയും ദേശീയഗാനത്തിൻ്റെ കാസറ്റ്, അതായത് ദേശീയഗാനം റെക്കോർഡ് ചെയ്തിട്ടാണ് അവിടെ പ്ലേ ചെയ്തത്. അപ്പോഴാണ് ആദ്യത്തെ ജനഗണമന അടക്കമുള്ള 2 വരികൾ ഒഴിവാക്കപ്പെടുകയും അതിനുശേഷം മാത്രമാണ് പുറത്തേക്ക്, അല്ലെങ്കിൽ ഈരടികൾ പുറത്തേക്ക് വന്നത്. അപ്പോഴാണ് ഇത്തരമൊരു സംഭവം മാധ്യമപ്രവർത്തകർ ശ്രദ്ധയപ്പെടുത്തുന്നത്. അപ്പോൾ ആ സമയമാണ് CPM ഇത്തരമൊരു വിശദീകരണം നൽകിയത്. ഏതായാലും ആദ്യത്തെ 2 വരികൾ വന്ദേമാതരം പാടണമെന്ന് പറയുന്ന പാർട്ടിയിൽ ആദ്യത്തെ ദേശീയഗാനത്തിൻ്റെ 2 വരികൾ ആ പ്രധാനപ്പെട്ട ദിവസം തന്നെ മിസ് ചെയ്തു എന്നുള്ളതാണ് വളരെ രസകരമായ സംഭവം. ഏതായാലും CPM ഉടൻ തന്നെ ഇത് സംബന്ധിച്ച വിശദീകരണമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് മൈക്കിൻ്റെ തയ്യാറാണ്, പുറത്തേക്ക് വന്നില്ല എന്നതാണ് പറഞ്ഞത്. എന്നാലും ഇത്തരമൊരു സംഭവത്തിൽ CPMനും വലിയ നാണക്കേടായി. കാരണം ദേശീയ AKG ഭവനിലാണ് മുഴുവൻ മാധ്യമങ്ങൾക്ക് മുമ്പിലും MA ബേബി പതാക ഉയർത്തിയത്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളടക്കം, ഡൽഹിയിലുള്ള അംഗങ്ങളടക്കം ചടങ്ങിനെത്തിയിരുന്നു. ഈ സമയത്താണ് ഇത്തരമൊരു കാര്യം, ദേശീയഗാനത്തിൻ്റെ ആദ്യ വരികൾ അല്ലെങ്കിൽ മിസ് ചെയ്യുന്നത്, അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് വന്ദേമാതരം പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്തരമൊരു ഞങ്ങൾ വന്ദേമാതരം പാടുന്നില്ല, നിങ്ങൾക്കത് കാണാൻ കഴിയും എന്ന് പറഞ്ഞതുകൊണ്ട് തുടങ്ങിയ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകളിലാണ് ഇത്തരമൊരു അബദ്ധം CPMലെ സംഘാടകർക്കും പറ്റിയിരിക്കുന്നത്. രുചീഷ്, ശരി ശരത്ലാലെ, എല്ലായിടത്തും ഇത് തന്നെയാണ് സ്ഥിതി. കാരണം ഒരു ദിവസമാണ് ഈ പരിപാടി നടക്കുന്നത്, പക്ഷെ പലപ്പോഴും സംഘാടനത്തിൽ പിഴവുകൾ കാണുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാര്യത്തിൽ എന്തായാലും അത് കോൺഗ്രസിനായാലും CPIMനായാലും 2 തരത്തിലാണെങ്കിൽ കൂടി അതൊരു പ്രശ്നമായി മാറി.